എന്താണ് വഖഫ്? ഇസ്ലാമിക നിയമം അനുശാസിക്കുന്ന വിശുദ്ധവും മതപരവും ജീവകാരുണ്യപരവുമായ ആവശ്യങ്ങൾക്കായി ഒരു വ്യക്തി അള്ളാഹുവിൻ്റെ പേരിൽ സമർപ്പിക്കുന്ന സ്വത്താണ് വഖഫ്. സമർപ്പിക്കുന്ന സ്വത്തിന് വഖഫ് എന്നും സമർപ്പിക്കുന്നയാൾക്ക് വാക്കിഫ് എന്നുമാണ് പറയുക. വഖഫ് എന്ന പദത്തിനർത്ഥം നിർത്തൽ എന്നാണ്. മുറിഞ്ഞു പോകാതെ എന്നും നിലനിൽക്കുന്ന ദാനം എന്നതാണ് ഇതിൻ്റെ ആശയം. വഖഫ് ബോർഡിന് കൂടുതൽ ആസ്തി എന്ന വാദം ശരിയാണ്. ഈ വാദം ശരിയല്ല. വഖഫ് സ്വത്തുക്കൾ കേന്ദ്രീകൃതമായി രജിസ്റ്റർ ചെയ്ത സംവിധാനമാണ് വഖഫ് ബോർഡ്. സ്വത്തുക്കളുടെ മേൽ ഉടമസ്ഥാവകാശമില്ല. എന്നാൽ ദേവസ്വം ബോർഡുകൾ, ക്രിസ്ത്യൻ സഭകൾ എന്നിവ കേന്ദ്രീകൃത സംവിധാനങ്ങളല്ല. അവയ്ക്ക് കീഴിൽ ധാരാളം സ്വത്തുക്കളുണ്ട്. വഖഫ് ഭേദഗതി നിയമം എന്താണ്? 995 വഖഫ് നിയമത്തിന്റെ പോരായ്മകൾ പരിഹരിക്കാനാണ് ഭേദഗതി നിയമം കൊണ്ടുവരുന്നത് എന്നാണ് ഭരണകൂട ഭാഷ്യം. എന്നാൽ ഇത് വഖഫിനെ ദുർബലപ്പെടുത്തുന്നു. വഖഫ് ഭേദഗതി ബിൽ വഖഫ് ബോർഡിനെ അപ്രസക്തമാക്കുന്നു. വഖഫ് സ്വത്തുക്കളുടെ മേൽ കയ്യേറ്റം വ്യാപകമാക്കുന്നു. നിലവിൽ ഇന്ത്യയിൽ ധാരാളം സ്വത്തുക്കൾ കയ്യേറ്റത്തിന് വിധേയമായിട്ടുണ്ട്. ഇത് മൗലികാവകാശങ്ങൾ ഇല്ലാതാക്കുന്നതാണ്. ക്ഷേത്ര സ്വത്തുക്കൾ കൈകാര്യം ചെയ്യാൻ ദേവസ്വം ബോർഡുകളും ചർച്ചിന്റെ പ്രോപ്പർട്ടി സംരക്ഷിക്കാൻ വിവിധ ക്രിസ്ത്യൻ സഭകളും കൗൺസിലുകളും ഉള്ളതുപോലെ വഖഫ് സംരക്ഷിക്കാൻ സംവിധാനം ആവശ്യമുണ്ട്. വഖഫ് ഭീകരത എന്ന പ്രയോഗം എന്താണ്? വഖഫിനെ കുറിച്ച് വ്യാജങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് സംഘപരിവാറും ക്രിസംഖികളും നിർമ്മിച്ചെടുത്ത പദമാണ് വഖഫ് ഭീകരത. ജനം, ജന്മഭൂമി മാധ്യമങ്ങളും കാസ ഗ്രൂപ്പുകളും ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നു. വഖഫിന്റെ പേരിൽ ആളുകളെ കുടിയൊഴിപ്പിക്കുന്നുവെന്ന പ്രചാരണങ്ങൾ നിർമ്മിച്ചെടുത്ത് പ്രചരിപ്പിക്കാനാണ് ഈ പദം ഉപയോഗിക്കുന്നത്. മുനമ്പം വിഷയവും വഖഫും തമ്മിൽ എന്ത്? മുസ്ലിം സമുദായത്തിന്റെ വിദ്യാഭ്യാസപരമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ 948 ഓഗസ്റ്റ് മാസം 12-ാം തീയതി തുടങ്ങിയ കോഴിക്കോട്ടെ ഫാറൂഖ് കോളേജിന് മുനമ്പത്തെ 404 ഏക്കർ ഭൂമി സിദ്ദീഖ് സേട്ട് എന്ന വ്യക്തി വഖഫ് ചെയ്തു. 950 നവംബർ 1-ന് എടപ്പള്ളി സബ് രജിസ്ട്രാർ ഓഫീസിൽ വെച്ചായിരുന്നു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത്. വഖഫ് സ്വത്തുക്കളുടെ കയ്യേറ്റത്തെക്കുറിച്ച് പഠിക്കാൻ 2007-ൽ VS അച്യുതാനന്ദൻ സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് MA നിസാർ കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തു വന്നതോടെയാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ഫാറൂഖ് കോളേജ് വിറ്റ ഭൂമിയിൽ കാലങ്ങളായി താമസിക്കുന്ന കുടുംബങ്ങൾ ഇതോടെ ആദിയിലായി. ഈ സർക്കാരിന്റെ കാലത്ത് നികുതി വാങ്ങുന്നത് നിർത്തലാക്കി. ഇതെല്ലാം ചെയ്തത് സർക്കാരാണ്, മുസ്ലിം സംഘടനകളോ ഫാറൂഖ് കോളേജോ അല്ല. അതുകൊണ്ട് തന്നെ സർക്കാരാണ് ഈ പ്രശ്നം പരിഹരിക്കേണ്ടത്. ഈ വിഷയത്തിൽ മുസ്ലിം സംഘടനകളുടെ നിലപാട് എന്താണ്? മുനമ്പത്ത് താമസിക്കുന്ന ഒരാളെ പോലും കുടിയൊഴിപ്പിക്കണമെന്ന വാദം മുസ്ലിം സംഘടനകൾക്കില്ല. ഇക്കാര്യം മുസ്ലിം സംഘടനകളുടെ കോർഡിനേഷൻ കമ്മിറ്റി വ്യക്തമാക്കിയതാണ്. ക്രിസ്ത്യൻ സഭാ മേധാവികളോടും സർക്കാരിനോടും ഈ ആവശ്യം അറിയിച്ചതുമാണ്. സർക്കാരിന്റെ പരിഹാര ശ്രമങ്ങളുടെ കൂടെ നിൽക്കുമെന്നും മുസ്ലിം നേതൃത്വങ്ങൾ ഉറപ്പു നൽകുകയും ചെയ്തിട്ടുണ്ട്. വഖഫ് സാമുദായിക ധ്രുവീകരണത്തിന് ഉപയോഗിക്കുന്നത് ആരാണ്? മുനമ്പം വിഷയം മുൻനിർത്തി സമുദായ ധ്രുവീകരണത്തിനും ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കാനുമാണ് സംഘപരിവാറും കാസയും അവർക്ക് വേണ്ടി അടിമപ്പണി ചെയ്യുന്ന മാധ്യമങ്ങളും തയ്യാറായത്. ABC, മറുനാടൻ, കർമ്മ ഓൺലൈൻ ചാനലുകളും സക്കീന TV, ജനം TV, ജന്മഭൂമി മാധ്യമങ്ങളും ഈ വിഷലിപ്തമായ പ്രചാരണത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്.